ഹായ് ഹലോ. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു നെറ്റിപ്പട്ടത്തിൻ്റെ മെറ്റീരിയൽസിനെ കുറിച്ചാണ് പരിചയപ്പെടുത്തിയത് നിങ്ങളുടെ മുമ്പിൽ. ഇപ്രാവശ്യം നമുക്ക് നെറ്റിപ്പട്ടം എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഈ വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം. വാ. ഞാനിവിടെ ഓൾറെഡി ഒരു 1.5 അടിയുടെ നെറ്റിപ്പട്ടത്തിൻ്റെ ആ ഒരു മെഷർമെൻറ്റിലുള്ള ഒരെണ്ണം കട്ട് ചെയ്ത് പശയൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. സിൽവർ ബ്ലൂ കളറിലുള്ള ഒരു നെറ്റിപ്പട്ടമാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇപ്രാവശ്യം. ഞാൻ ഈ ഐറ്റംസൊക്കെ വാങ്ങുന്നത് നമ്മുടെ തൃശ്ശൂർ പുത്തമ്പള്ളിയിലുള്ള ഫെജി എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ്. ആണ് നമ്മുടെ ക്ലോത്ത്. നമ്മളെല്ലാം മെഷർമെൻറ്റൊക്കെ വരച്ച് സെൻറ്റർ പാർട്ടീഷനൊക്കെ വരച്ച് എല്ലാം അടയാളപ്പെടുത്തിയൊക്കെ വെച്ചിട്ടുണ്ട് ടൈലി പേനയും കൊണ്ട്. ഇനി നമ്മുടെ സൈഡ് ബോൾസൊക്കെ ഈ ഒരു ലെവലിൽ വെച്ച് കൊടുത്താൽ മതി. സെൻറ്റർ വരക്കണത് നമുക്ക് കറക്റ്റായിട്ട് ത്രിമൂർത്തി സംഭവങ്ങളൊക്കെ വെക്കാൻ വേണ്ടി സെൻറ്റർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെൻറ്റർ വരച്ച് വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ വരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ കഴിയും. നമ്മൾ എപ്പോഴും എല്ലാ പരിപാടിക്കും നമ്മൾ ഗണപതിനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മളെല്ലാം തുടങ്ങണേ. അപ്പോൾ ഇതിലും നമുക്ക് ഗണപതിനെ തന്നെ ആദ്യം തന്നെ വെക്കാം. നമുക്കിതിൽ മൂലഗണപതിനെയാണ് നമ്മൾ ആദ്യം ഇതിൽ വെക്കുന്നത് കേട്ടോ. മൂലഗണപതിക്ക് വേണ്ട ഒരു ഹാഫ് ബോൾസും നമ്മൾ ഇതിൽ വെക്കുന്നുണ്ട്. മൂലഗണപതിനെ വെച്ചതിന് ശേഷമേ നമ്മൾ ബാക്കി എന്തും ഒട്ടിക്കാറുള്ളൂ. അപ്പം നമുക്കിവിടെ സൈഡ് ബോൾ വെക്കാനുള്ള രീതിയിൽ മൂലഗണപതിനെ കറക്റ്റായിട്ട് നമ്മൾ ഇതിൽ വെക്കണം കേട്ടോ. എന്നിട്ട് സൈഡ് ബോൾ വെച്ച് നോക്കാം കറക്റ്റാണോ എന്ന്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ത്രിമൂർത്തിനെ വെക്കാം. നമുക്കിതൊക്കെ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം നമുക്ക് ഇതൊട്ടിച്ചാൽ മതി. എല്ലാം സെറ്റ് ചെയ്ത് വെക്കാം, എന്നിട്ട് മാത്രം നമുക്കിത് ഒട്ടിച്ചാൽ മതി കേട്ടോ. ഇനി അടുത്ത് വലിയ ഹാഫ് ബോൾസാണ് നമ്മൾ വെക്കാൻ പോണിട്ട് ഇവിടെ. അതും എങ്ങനെയാണ് കറക്റ്റ് വരണേന്ന് നോക്കിയിട്ട് നമുക്കിവിടെ സൈഡ് ബോൾ വരുന്ന രീതിയിൽ വേണം ഇത് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട്. ആ വലിയ ചൂരൽപ്പുള്ളിയുടെ ഹാഫ് ബോളും കൂടി നമ്മളിവിടെ വെക്കുകയാണ്. ഞാനിവിടെ മോൾഡുകളാണ് മേടിക്കാറ്. ഞാൻ ചൂരൽപ്പുള്ളി വെക്കാറില്ല, മോൾഡാണ്, എല്ലാത്തിൻ്റെയും മോൾഡാണ് വെക്കാറ്. അത് കഴിഞ്ഞ് ഈ വലിയ ഹാഫ് ബോൾ കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇത്തിരി കൂടി ചെറുതായിട്ടുള്ള ഹാഫ് ബോൾ മോൾഡും കൂടി വെക്കാം കേട്ടോ, ചൂരൽപ്പുളി. അതും കറക്റ്റ് നേരെയാണോ നോക്കണം. എല്ലാം സൈഡ് ബോളൊക്കെ കറക്റ്റായിട്ട് വെക്കാൻ പറ്റുമെന്നൊക്കെ നോക്കിയിട്ട് വേണം ഇത് വെക്കാനായിട്ട്. ഇനി അതിൻ്റെ നമുക്ക് ഹാഫ് ബോളും കൂടി അതിൽ വെച്ച് നോക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെയും ചെറുതായിട്ടുള്ള ഹാഫ് ബോൾസ് ചൂരൽപ്പുളി വെച്ച് നോക്കാം. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ചന്ദ്രക്കല വരാനുള്ളതാണ്. അപ്പം അതനുസരിച്ച് വേണം നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ടാ. ഇനി നമുക്ക് ഒരാളെയും കൂടി ഇതിൽ വെക്കാനുണ്ട്. ഇവിടെയായിട്ട് ഒരു ചെറിയ ഒരു ബോളും കൂടി നമുക്ക് വെക്കാനുണ്ട് കേട്ടോ. പിന്നെ ഉള്ള ചന്ദ്രക്കലയിൽ ഏറ്റവും വലിയ ചന്ദ്രക്കല നമുക്കിവിടെ മുകളിൽ, അതായത് നമ്മൾ സൈഡ് ബോളായിട്ട് വെക്കുന്നില്ലേ, അതൊരെണ്ണം ഇവിടെ വെച്ചിട്ട് ഒരു ചന്ദ്രക്കല വെക്കാം. അത് നമ്മുടെ ഒരു ഇത് അടയാളത്തിനാണ്, ഒരു കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് വെക്കണത് കേട്ടോ. അങ്ങനെ എല്ലായിടത്തും ഓരോ ചന്ദ്രക്കല കഴിയുമ്പോൾ ഓരോ സൈഡ് ബോളും കൂടി വെച്ച് കൊടുത്താൽ ഇത്രയും കൂടി ഭംഗി കിട്ടും.
അത് കറക്റ്റ് അളവിന് നമുക്ക് അകത്ത് വെക്കാനും പറ്റും. ഇങ്ങനെയാണ് നമ്മുടെ 1.5 അടി നെറ്റിപ്പട്ടത്തിൽ വരുന്ന ഐറ്റംസുകൾ കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ചും കൂടി ഭംഗിയും കാര്യങ്ങളും കൂട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഈ സൈഡ് ബോളുകൾ തന്നെ വെച്ചിട്ട് ഇവിടെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് കറക്റ്റ് നേരെ വെച്ചിട്ട് അടയാളപ്പെടുത്തിയിട്ട് കറക്റ്റ് ആ ഒരു ഇതിൽ പേന വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതെടുത്ത് പശ തേച്ച് നമുക്ക് ഒട്ടിക്കാം. നമ്മൾ എല്ലാ വലിയ ബോൾസുകളും നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് ഫില്ലിംഗ് ബോൾസുകൾ ഒട്ടിക്കണം. അതിന് നമ്മൾ സിൽവർ കളറിലുള്ള ഫില്ലിംഗ് ബോൾസുകളാണ് നമ്മൾ ഒട്ടിക്കണം കേട്ടോ. ആദ്യം നമുക്ക് ഈ സൈഡുകൾ ചേർത്തി ഒട്ടിച്ച് കറക്റ്റ് ലെവലിൽ കൊണ്ടുവരാം. ഈ വലിയ ബോൾസുകളൊക്കെ ഒട്ടിക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ പശയൊക്കെ തേച്ച് ഒട്ടിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് പാക്ക് ചെയ്ത് കൊടുക്കുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടാവും. അത് വിട്ടു പോരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടാവും. ഓൺലൈനായിട്ടൊക്കെ നമ്മളിത് സെയിൽ ചെയ്യുമ്പോൾ നമുക്കിത് അതേപോലത്തെ രീതിയിൽ തന്നെ മടക്കി പാക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെ പാക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് ഈ ബോൾസുകളൊക്കെ വിട്ടുപോരും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ പശകൾ തേച്ചിട്ട് വേണം നമ്മൾ ഇത് ഒട്ടിക്കാനായിട്ട് കേട്ടോ. നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ എല്ലാ വലിയ ബോൾസുകളുടെയും ത്രിമൂർത്തിയുടെയൊക്കെ ചുറ്റിനും നമ്മൾ സിൽവറിൻ്റെ ഫില്ലിംഗ് ബോൾസ് ഒട്ടിച്ചു, സൈഡിലും ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗത്തും കൂടി ഈ സിൽവർ ബോൾസ് ഒട്ടിക്കണം. അതിന് ചിലപ്പോൾ നമുക്ക് ഈ നമ്മുടെ കയ്യിലുള്ള ഈ വലിയ ഫില്ലിംഗ് ബോൾസിനേക്കാളും ഇത് ഒട്ടിക്കണം. അതിൽ ചെറിയ ഗ്യാപ്പുകൾ വരുമ്പോൾ ഇങ്ങനത്തെ ചെറിയ ഫില്ലിംഗ് ബോൾസുകളും നമ്മൾ ഒട്ടിക്കേണ്ടി വരും. നമുക്കിനി ഫുള്ളായിട്ട് ഒട്ടിച്ച് നോക്കാം കേട്ടോ. നമുക്കിങ്ങനെ റൗണ്ട് അടിച്ച് തന്നെ എല്ലായിടത്തും ചെയ്യാം. അപ്പം ഇത്രയും കൂടി ഭംഗി കൂടുതലായിരിക്കും കേട്ടോ. ഇങ്ങനത്തെ ചെറിയ ഭാഗത്ത് നമുക്ക് ഈ വലിയ ബോൾസ് ഒട്ടിക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടാവില്ല. അപ്പം നമുക്ക് അവിടെ എന്ത് ചെയ്യണ്ടേ, നമ്മുടെ കയ്യിലുള്ള ചെറിയ ഫില്ലിംഗ് ബോൾ നമ്മൾ അവിടെ ഒട്ടിക്കണം. ഇനി അപ്പോൾ നമുക്ക് അടുത്ത ഈ വലിയ ഫില്ലിംഗ് ബോളിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് റൗണ്ട് അടിച്ച് നോക്കാം. ഇതൊക്കെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ സ്വയം തൊഴിലായിട്ടുള്ളൊരു നല്ലൊരു വരുമാനം കിട്ടുന്നൊരു ജോലിയാണ്. നമ്മുടെ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞ് വെറുതെ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് എന്നെപ്പോലെയുള്ള വീട്ടമ്മമാർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു പരിപാടി. വീട് പാല് കാച്ചലിനൊക്കെ നമുക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഉപകാരമാണിത്. എന്തായാലും നമുക്കിത് ഫുൾ ഒട്ടിച്ചിട്ട് കാണാം. നമ്മളിപ്പോൾ ഫില്ലിംഗ് ബോൾസ് എല്ലാം ഒട്ടിച്ച് കഴിയാനായിട്ടാ. ഇനി ഇവിടെ കുറച്ചും കൂടി ഒട്ടിക്കാനുള്ളൂ. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിംഗ് ബോൾസ് എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞ് നമുക്ക്
നമുക്ക് ഗ്യാപ്പ് ഉള്ളിടത്തൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചെറിയ ബോൾസുകൾ നമുക്ക് അതിൻ്റെ ഇടയിൽ കയറ്റി കൊടുക്കാം. അപ്പോൾ ഒരു ഒന്നുമില്ലാത്തതിൻ്റെ ഒരു ഫീലിംഗ് വരില്ല നമുക്ക് കേട്ടോ. ഇപ്പം നമ്മുടെ എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞ് ഇതെല്ലാം ഒട്ടിച്ചിട്ടുള്ളൊരു നെറ്റിപ്പട്ടമാണിത്. ഇനി നമുക്ക് അരങ്ങാണ് ഇതിൽ കെട്ടാനുള്ളത്. അരങ്ങ് മാത്രമല്ല, ഇതിൽ നമുക്കിനി ഈ പട്ടയുടെ ഭാഗത്ത് ഇങ്ങനത്തെ സിൽവർ കളറിലുള്ള പൂവും കൂടി കൊണ്ടുവരാനുണ്ട്. അതും കൂടി നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തിരി കൂടി ഭംഗിയായിരിക്കും. പിന്നെ നമുക്ക് അരങ്ങും കെട്ടിക്കഴിഞ്ഞാൽ ഈ 1.5 അടിയുടെ നെറ്റിപ്പട്ട നമുക്കിവിടെ കഴിയും. നമുക്കിനി അടുത്ത വീഡിയോയിൽ നമുക്ക് അരങ്ങ് കെട്ടിയിട്ടുള്ള നെറ്റിപ്പട്ടത്തിട്ട് ഇത് കാണാം. അരങ്ങ് എങ്ങനെയാണ് കെട്ടേണ്ടതെന്നും കൂടി ഞാൻ അതിൽ പറഞ്ഞു തരാം. അപ്പോൾ ബൈ.